ഈ അള്ളാഹുവിൻ്റെ നാമം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ട് കരുതുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളിൽ വഴങ്ങിപ്പോയിട്ടാണ് ഞങ്ങളിതിവിടെ നിക്ഷേപിച്ചത്. വീട്ടിൽ പോവൊക്കെ ഇല്ല, മക്കളൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഏപ്രിൽ 13 ഫിക്സ് ചെയ്ത കല്യാണം അത് മാറ്റിവെച്ച്. അതിന് മോളുടെ കല്യാണം നടക്കണമെങ്കിൽ ഇവിടെ നിന്ന് അയാൾ കനിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ട, ഞങ്ങളുടെ മുതൽ മതി എന്നാണ് പറയുന്നത്, പ്രോഫിറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഇതിനൊരു പരിഹാരം കിട്ടാൻ ഞങ്ങൾക്ക് വീട്ടിൽ പോയി ഇരിക്കാൻ കഴിയുന്നതിൽ വളരെയധികം പ്രശ്നങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ നീറ്റലാണ്. എന്തുമാത്രം നീറ്റലുണ്ടെന്നുള്ളത് അത് പുറത്തറിയില്ല, ഞങ്ങൾ ആരും അത് അറിയിക്കാറുമില്ല. ഞാൻ തന്ന കാശിൽ നിന്ന് എനിക്ക് 1 ലക്ഷം രൂപയെങ്കിലും എൻ്റെ ആശുപത്രി ചിലവിന് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തരത്തില്ല. പ്രശസ്തരായ മതപണ്ഡിതന്മാരും അതുപോലുള്ള പ്രശസ്തരായ ആൾക്കാരെ കൊണ്ടുപോവുകയാണ് ഈ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമസ്കാരം. അൽ മുക്താദിർ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ നിക്ഷേപകർ നമ്മുടെ തിരുവനന്തപുരത്തെ അൽ മുക്താദിർ ജ്വല്ലറിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ഈ ഫ്ലക്സിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 15 അംഗ കുടുംബങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ, വിശ്വാസവഞ്ചനയ്ക്കെതിരെ പ്രതിഷേധം എന്ന ബോർഡ് ഈ ഒരു അൽ മുക്താദിർ ജ്വല്ലറിയുടെ മുൻപിൽ ഉയർത്തിക്കൊണ്ട് ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ ജ്വല്ലറിക്ക് ഉള്ളിൽ തങ്ങിയിരിക്കുന്നത്. അവരുടെ പണം ഉടൻ തന്നെ ലഭിക്കണം. ഈ ജ്വല്ലറി ഉടമ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എഗ്രിമെൻറ്റ് ഉൾപ്പെടെ വെച്ചിട്ടും ആ എഗ്രിമെൻറ്റ് കാലാവധി കഴിഞ്ഞിട്ടും ഇവരുടെ പണം ഇതുവരെയും തിരികെ നൽകിയിട്ടില്ല. വളരെ പ്രയാസത്തോടു കൂടി തന്നെയാണ് ഈ സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ജ്വല്ലറിക്കിടയിൽ ജ്വല്ലറിക്കുള്ളിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവരുടെ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകള് കല്യാണ ആവശ്യത്തിനായിട്ട് 15 പവൻ്റെ സ്വർണ്ണം ഇവിടെ കൊണ്ടിട്ടായിരുന്നു. 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോഫിറ്റും കൂടെ ചേർത്ത് സ്വർണ്ണം കൂടുതൽ തരാമെന്ന വാഗ്ദാനത്തിലാണ് കൊണ്ടുവച്ചത്. പക്ഷേ ഡേറ്റൊക്കെ കഴിഞ്ഞു, ഇതുവരെയും തന്നില്ല. വരുമ്പോൾ തരാമെന്ന് 3 മാസം അവധി പറയുന്നതല്ലാതെ ഇതുവരെയും തന്നിട്ടില്ല. ഞാനൊരു രോഗിയാണ്. ഇവിടെ വന്ന് 15 ദിവസം ആഹാരം വെള്ളം ഇല്ലാതെ ഇരുന്ന് വലിയ ബുദ്ധിമുട്ടിൽ എൻ്റെ വെരിക്കോസ് പൊട്ടിയായിരുന്നു. പൊട്ടി ഭയങ്കര. അപ്പോഴത്തേക്ക് ഞാൻ എന്തോലും ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്ന കാശിൽ നിന്ന് എനിക്ക് 1 ലക്ഷം രൂപയെങ്കിലും എൻ്റെ ആശുപത്രി ചിലവിന് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തരത്തില്ല. ഇനി അവിടെ കിടന്ന് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ ആർക്കും 1 രൂപയും കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിനും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കടയ്ക്കകത്ത് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ്. വീട്ടിൽ പോവൊക്കെ ഇല്ല, മക്കളൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിയുന്നത്. എവിടുന്നാണ് വരുന്നത്? ഞാനിവിടെ അമ്പലത്തറ. പേരെന്താണ്? എൻ്റെ പേര് ജുനൈദ. അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് ഇങ്ങളിൽ നിന്ന് ഈ കാശ് വാങ്ങിത്തരാം. നിങ്ങളിങ്ങനെ ഞങ്ങൾക്ക് സഹായിച്ച് എന്തെങ്കിലും ചെയ്തിരുന്നു തന്നെ. പക്ഷെ ഒരു ചാനലാറും ആരും ഇതുവരെയ്ക്കും ഞങ്ങൾക്ക് വന്നില്ല. പക്ഷെ മറുനാടൻ ഒരുപാട് സംരക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സത്യങ്ങളുണ്ട്. അതൊന്നും ആൾക്കാർ അറിഞ്ഞില്ല. പക്ഷേ അതൊക്കെ സത്യമാണ്. അത് സത്യമായത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ തന്നെ വിളിക്കാൻ കാര്യം. ഈ കടയ്ക്കകത്ത് വെച്ച് സംഭവിച്ചതാണ്. അതിൻ്റെ വീഡിയോസ് എല്ലാം അയാൾക്ക് അയച്ചു കൊടുത്ത്, എന്നിട്ട് പോലും അയാളൊന്നും ഞങ്ങൾ ചെയ്ത് തന്നില്ല. ഇതൊരിക്കലും എനിക്കൊന്നും ചെയ്ത് തന്നില്ല. ഇത്രയും അവശനിലയിൽ ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഒരു പരിഗണന പോലും ഇയാൾ കാണിച്ചിട്ടില്ല. ഇതെല്ലാവരും കാണണം. ഇപ്പം നമ്മളടുത്ത് ഇതിനകത്തിട്ട് ഞങ്ങളെ ഈ കഷ്ടപ്പെടുത്തുന്നത് എല്ലാ ജനങ്ങളും കണ്ട് ഇതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കണം. ഇപ്പോഴും ഭരിക്കുന്ന ഗവൺമെൻറ് വരെ ഇത് കണ്ടിട്ട് കാണാത്തതുപോലെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇതിന് ഒരു പ്രതിവിധി ഞങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങളിവിടെ ഇരിക്കുന്ന 15 കുടുംബത്തിന് തന്നില്ലെങ്കിൽ ഞങ്ങൾ പലവരും ഇതിനകത്ത് കിടന്ന് മരിക്കേണ്ടി വന്നാൽ ഈ കടയ്ക്കകത്തൊന്നും ഇറങ്ങി കൊടുക്കത്തില്ല. അത് സത്യം ചെയ്ത് പറയുകയാണ്. ഞങ്ങൾക്ക് നല്ലൊരു പെരുന്നാളില്ലായിരുന്നു. ഞങ്ങളുടെ കുട്ടികളെ അടുത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇതിനകത്തിരുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം നിങ്ങൾ കണ്ടെത്തി തരണം. എവിടുന്നാണ് വരുന്നത്? എത്ര ലക്ഷം രൂപ ഇവിടെ നിക്ഷേപിച്ചു? പാലോട് നിന്നാണ് വരുന്നത്. എൻ്റെ മോളുടെ കല്യാണത്തിനുള്ള സ്വർണ്ണമാണ് ഇട്ടത്. ഏപ്രിൽ 13 ഫിക്സ് ചെയ്ത കല്യാണം അത് മാറ്റിവെച്ച്. ഇവിടെ നിന്ന് അത് കിട്ടിയിട്ടേ ഞങ്ങൾക്കിനി അടുത്ത് ഡേറ്റ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ പറയുന്നത് 3 മാസം ഓരോ ഡേറ്റ് കഴിയും തോറും പിന്നെ 3 മാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എഗ്രിമെന്റ് അങ്ങനെ എന്തെങ്കിലും വെച്ചിരുന്നോ? എഗ്രിമെന്റ് ഉണ്ട്. ഒറിജിനൽ വാങ്ങിയിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റാണ് തന്നിരിക്കുന്നത്.
അങ്ങനെ ഒരുപാട് പേരുടെ അങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെ മോളുടെ കല്യാണം നടക്കണമെങ്കിൽ ഇവിടെ നിന്ന് അയാൾ കനിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. നിരവധി സ്ത്രീകളാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഇവിടെ തങ്ങൾ നിക്ഷേപിച്ച പണം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അൽ മുക്താദിർ ജ്വല്ലറിക്കുള്ളിൽ നിരവധി ദിവസമായി അവർ തങ്ങുന്നു. എവിടെ നിന്നാണ് വരുന്നത്? മാണിക്യവിളാകം, അമ്പലത്ര. എത്ര രൂപ പോയിട്ടുണ്ട്? ഞങ്ങളിവിടെ നിസാര ഒരു പവൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയുടെ മാരേജിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ക്യാഷ് 15 ലക്ഷം രൂപ ഗോൾഡിനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് 1 വർഷത്തെ എഗ്രിമെൻ്റ് ആയിരുന്നു. എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞത് എന്തോ മറ്റേ ചെക്കിങ് ED ഒക്കെ വന്ന് ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുവാണ്, ഇപ്പോൾ ഒന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് ഞങ്ങളുടെ എഗ്രിമെൻറ്റ് ജനുവരി 15-നാണ് തീർന്നത്. ഇതുവരെയായി 6-7 മാസമായി. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ക്യാഷും കിട്ടിയിട്ടില്ല, പ്രോഫിറ്റ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒന്നുമായിട്ട് തന്നിട്ടില്ല. ഞങ്ങളുടെ എവിടെയെങ്കിലും പരാതി കൊടുത്തോ? ഞങ്ങളുടെ എല്ലായിടം കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്, എല്ലായിടം കൊടുത്തിട്ടുണ്ടായിരുന്നു. പലരും കേസ് വഴി പോണവരുണ്ട്, അങ്ങനെ പല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായിരുന്നാലും ഇവിടെ നിന്ന് ഞങ്ങളുടെ ക്യാഷ് കിട്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങില്ല. അത് ഞങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ട, ഞങ്ങളുടെ മുതൽ മതി എന്നാണ് പറയുന്നത്, പ്രോഫിറ്റ് ഞങ്ങൾക്ക് വേണ്ട. എന്താണ് ഇപ്പോഴെന്താണ് പറയുന്നത്? ഇപ്പം ഞങ്ങൾ 4-ാം തീയതിയാണ് ഇവിടെ ഇതിനകത്തോട്ട് കയറിയത്. കയറിയ സമയത്ത് ഇതിനകത്തോട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോഴത്തേക്ക് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഷട്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് എല്ലാവരുടെയും ഒറിജിനൽ എഗ്രിമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജും അക്കൗണ്ട് നമ്പറും അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതിനകത്തുണ്ടായിരുന്ന എല്ലാവരും അയച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീഡിയോ കോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വന്നത് ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ കോൾ വന്നതിന് ശേഷം പറഞ്ഞു ഞാൻ എല്ലായിടത്തും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം എന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. പക്ഷേ ഏതാണ്ട് ഒരു 8:30 ആയപ്പോഴത്തേക്കും ഇവിടുത്തെ മാനേജർ ഷമീർ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു മൻസൂറിൻ്റെ, അതായത് പുള്ളിയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്, ഇവിടെ ഉള്ള എല്ലാവരും ഇറങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും, FIR ഇടും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പല സ്ഥലത്തു നിന്നുള്ള പെണ്ണുങ്ങളാണ്, പാലോടും അങ്ങനെ പല ദൂരത്തു നിന്ന്. അർദ്ധരാത്രി നമുക്കങ്ങനെ ഇറങ്ങി പോകാൻ പറ്റൂലല്ലോ. അങ്ങനെയാണ് നമ്മളിവിടെ ഇരുന്ന് തുടങ്ങിയത്. അപ്പോൾ അന്ന് രാത്രി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് പെരുന്നാളിൻ്റെ തലേന്ന്, നമ്മൾ പെരുന്നാളിനൊക്കെ ഇവിടെ ആയിരുന്നു, ആരും വീട്ടിൽ പോയിട്ടില്ല. മക്കളെ സ്കൂളിൽ വിടുന്നതും ഒക്കെ ഇവിടെ നിന്നൊക്കെയാണ് വിടുന്നത്. വെള്ളങ്ങളില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പെരുന്നാളിനൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഫുഡുകൾ ഉള്ളതുപോലെയൊക്കെ വെച്ചാണ് കഴിച്ച്. ആരും പുതിയ ഉടുപ്പും അങ്ങനെ യാതൊന്നും ഒരാഘോഷമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്നിട്ടും ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് അന്ന് പെരുന്നാളിൻ്റെ തലേന്ന് ഞങ്ങൾക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റായിട്ട്. അന്ന് ഞങ്ങളോട് പറഞ്ഞത് വീഡിയോ കോളായിരുന്നു. ഞങ്ങളൊന്നും അങ്ങോട്ട് പറയുന്ന പുള്ളി കേട്ടില്ല, തിരിച്ചിങ്ങോട്ടാണ് സംസാരം ഉണ്ടായിരുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് 10,000 രൂപയും അതിനകത്ത് താഴെയുള്ളവർക്ക് 5,000 രൂപയും ക്യാഷ് തരാം, നിങ്ങൾ പോകണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളത് അപ്പോഴന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങളെ മുതൽ കിട്ടാൻ ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ ഓണർ പറഞ്ഞിരുന്നത്, അതായത് എഗ്രിമെൻ്റ് വെച്ചിരുന്നു, അതിനുശേഷം ഇവർ പറയുന്നു ഇത്ര തുക തരാം, അതായത് ഇവർ നിക്ഷേപിച്ച തുക തരാമെന്ന് പറയുന്നു, എന്നാൽ ആ തുക കൈമാറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നിരവധി അമ്മമാരാണ് ഇവിടെ ഇങ്ങനെ അവരുടെ നിക്ഷേപിച്ച പണം ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഉമ്മ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണിയാപുരം. എന്താ? ഷാമില. എത്ര ലക്ഷം രൂപ നിക്ഷേപം? 30 ലക്ഷം രൂപയുടെ മകളുടെ സ്വർണ്ണമാണ് ഇവിടെ ഇട്ട്. ഇപ്പോൾ അവൾക്ക് ആ വീട്ടിൽ വളരെ പ്രശ്നവും ബുദ്ധിമുട്ടുമാണ്. ഞങ്ങളത് ഈ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചതിനെ വീടൊക്കെ പണയം വെച്ചിട്ടാണ്. അപ്പോൾ അതും പലിശയാണ്. ഈ കുട്ടിയുടെ ജീവിതവും ശരിയല്ല, വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വീട്ടിലും കിടക്കാൻ കഴിയുന്നില്ല, അവളുടെ ജീവിതവും ശരിയല്ല. അവൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ നിന്ന് ഇനി ഇത് കളഞ്ഞിട്ട് പോകാൻ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. വീട്ടിലാണെങ്കിൽ ബാങ്കുകാരാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനുള്ള ഒരു കാര്യമില്ല. എൻ്റെ ഭർത്താവിനാണെങ്കിലും സുഖമില്ലാതെ, എനിക്ക് യൂട്രസും കണ്ണിലൊക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനോ പുറത്ത് വെള്ളത്തിനോ ഒന്നിനും ഒരു മാർഗ്ഗവും ഇല്ല. വീട്ടിൽ പോകാറില്ല. വീട്ടിൽ പോകുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. കാര്യം അങ്ങനത്തെ ഒരു വളരെ സിറ്റുവേഷൻ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇതിനൊരു പരിഹാരം കിട്ടാൻ ഞങ്ങൾക്ക് വീട്ടിൽ പോയി ഇരിക്കാൻ കഴിയുന്നില്ല. വളരെയധികം പ്രശ്നങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിനൊരു അവസാനം വേണം, അല്ലാതെ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഇതിന് ഞങ്ങൾക്ക് മകളുടെ ജീവിതമാണെങ്കിലും ഞങ്ങളുടെ ജീവിതമാണെങ്കിലും ക്ലിയർ ആവണമെങ്കിൽ ഇയാൾ വാങ്ങിയ പൈസ തന്നേ പറ്റും. ഞങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ട, ഞങ്ങളെ ക്യാഷ് മാത്രം മതി. അങ്ങനെയെങ്കിൽ ഇയാളൊന്ന് കനിയാം. അതിന് നിങ്ങളിപ്പോൾ ഉള്ളവരെ സഹായം വേണം. ഞാൻ എൻ്റെ മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് 10 ലക്ഷം രൂപയ്ക്കുള്ള ഗോൾഡ് നമ്മൾ കൊടുത്തതാണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴെടുക്കണ്ട, നിങ്ങൾ കല്യാണം എപ്പോഴാണ്? ഞാൻ പറഞ്ഞു എൻ്റെ 1 വർഷം കൂടെ ഉണ്ട്, 1 വർഷം ആകുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് എന്നെ ക്യാൻവാസ് ചെയ്ത് എന്നെ ഇവിടെ അത് നിക്ഷേപിക്കുകയായിരുന്നു. അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് തരാമെന്ന് പറഞ്ഞൊക്കെയാണ് നമ്മളിവിടെ നിക്ഷേപിച്ചത്. നമ്മളാരും ഒരു
കാശ് ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വന്നവരല്ല. ഈ നിൽക്കുന്ന ആരും തന്നെ അങ്ങനെ വന്നവരല്ല. ഈ വന്നവരെല്ലാവരും അവരവരുടെ മക്കളുടെ കല്യാണം, അല്ലെങ്കിൽ വീട് വെപ്പ്, അല്ലെങ്കിൽ അവരുടെ സ്വർണ്ണങ്ങൾ, പഴയ സ്വർണ്ണം മാറ്റി പുതിയതെടുക്കാം എന്തെങ്കിലും ഒരു ആശയോടുകൂടി, ഇവിടെ എന്തായാലും പണിക്കൂലി കുറവാണല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടെ വന്നവരാണ്. അങ്ങനെ വന്നവരെ പ്രലോഭിപ്പിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ആവശ്യമാകുമ്പോൾ തരാം, അത് കുറച്ചുകൂടെ ബെനിഫിറ്റോട് കൂടി തരാം എന്നുള്ള ആ ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് നമ്മളിട്ടത്. പിന്നെ അത് മാത്രവുമല്ല, ഞങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഈ അള്ളാഹുവിൻ്റെ നാമം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ട് കരുതുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് മാത്രവുമല്ല, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളും നോക്കിയാൽ പോലും ഇന്ന് ഈ കേരളത്തിലിരിക്കുന്ന പ്രശസ്തരായ മതപണ്ഡിതന്മാരും അതുപോലുള്ള പ്രശസ്തരായ ആൾക്കാരെ കൊണ്ടുപോവുകയാണ് ഈ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ മാതൃകയായി കാണുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് അവർ ഇത്തരത്തിലുള്ള സംവാദങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ അതിൽ കാരണം ഞങ്ങൾ അവരെ വിശ്വസിച്ച് ഞങ്ങളുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളിൽ വഴങ്ങിപ്പോയിട്ടാണ് ഞങ്ങളിതിവിടെ നിക്ഷേപിച്ച് എന്തായാലും ഞങ്ങൾ കരുതി 1 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്കത് തിരിച്ചെടുക്കുമ്പോൾ അന്നത്തെ അതേ പഴയ റേറ്റിന് നല്ല ഗോൾഡ് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇട്ടത്. ഇന്ന് ഞങ്ങൾക്കിതൊന്നും കിട്ടാതെ ഞങ്ങൾ ആകെ മാനസികമായിട്ട് തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് എത്രയും വേഗം കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് ഡ്യൂ ആയതാണ്. കഴിഞ്ഞ ജനുവരിയിൽ തന്നെ എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഡിസംബറിൽ ഡ്യൂ ആയി, ജനുവരിയിൽ എനിക്ക് തരാം. എത്ര രൂപ? എൻ്റെ 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയുടെ ഗോൾഡാണ് ഞാനിവിടെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ജനുവരിയിൽ ഡ്യൂ ആയതാണ്. ജനുവരിയിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് വന്നെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അടുത്ത മാസം 1-ാം തീയതി ഇങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ പെരുന്നാൾ വന്നു, റംസാൻ വന്ന ആ സമയത്ത് ആദ്യത്തെ 10 തരുമെന്ന് പറഞ്ഞു, അത് 2ാമത്തെ 10 തരുമെന്ന് പറഞ്ഞു, അത് 3ാമത്തെ 10 തരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പല ആവർത്തി ഡേറ്റുകൾ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ആകെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഡ്രസ്സിട്ട് നിൽക്കുന്ന ആൾക്കാരും ആ ഒരു അവസ്ഥ കൂടി നിൽക്കുന്നതല്ല. കാടിവെള്ളമായിരുന്നാലും മൂടിക്കുടിക്കണമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് പുറത്തറിയാതെ ആ ഒരു പച്ച മാത്രമേ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുള്ളൂ. ഈ എല്ലാവരുടെയും ഉള്ളിൽ നീറ്റലാണ്. എന്തുമാത്രം നീറ്റലുണ്ടെന്നുള്ളത് അത് പുറത്തറിയില്ല. ഞങ്ങൾ ആരും അത് അറിയിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇതിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പരിഹാരം ഉണ്ടാകാതെ ഞങ്ങൾ ആരും ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ള പ്രതീക്ഷയെ അദ്ദേഹത്തിന് വേണ്ട. എന്തായാലും ഇതിന് ഉറച്ചൊരു ഞങ്ങൾക്ക് ഈ കാശ് കിട്ടിയല്ലാതെ ഞങ്ങളൊരു ഇവിടെ നിന്ന് ഇറങ്ങില്ല. മരണം വരെ ഞങ്ങളിവിടെ ഇരിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അതിന് മൻസൂറിൻ്റെ മുകളിലുള്ള ആര് വന്നിരുന്നാലും ശരി, ഒന്നുകിൽ ഞങ്ങളെ ഇവിടെ നിന്ന് ഡെഡ് ബോഡി അവർക്ക് എടുക്കാൻ പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ച് കിട്ടണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വട്ടിയൂർക്കാവ് എന്നാണ് പറഞ്ഞത്. വട്ടിയൂർക്കാവ് എന്നാണ്. അജിത് കുമാർ. അന്നത്തെ ഇതിൽ ഒരു 12 പവൻ ഉൾപ്പെടെ ഇട്ടുണ്ട്. വൈഫിൻ്റെ സൗകര്യ കല്യാണത്തിന് വേണ്ടി ഇട്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു വർഷമായി നമ്മളിട്ട്. ആ സമയമായപ്പോൾ വന്നപ്പോഴേ തിരിച്ച് സ്വർണം തരുന്നില്ല. അപ്പോഴേ നമുക്ക് ഡൗട്ട് തോന്നി. പിന്നെ ഈ ഏജൻറ്റ് നമ്മളെ പറ്റിച്ചു. വട്ടിയൂർക്കാവുള്ള പുള്ളിയാണ്. ഏജൻറ്റ് ഉൾപ്പെടെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല, ഒന്നുമില്ല. ഏജൻറ്റ് പറ്റിച്ച് നമ്മൾ തിരിച്ച് വന്നപ്പോൾ നമുക്ക് സ്വർണ്ണമില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് 1 മാസം വന്ന് ഇവിടെ വന്നിരുന്ന് പ്രശ്നങ്ങളായി. എല്ലാവരും എഴുതിയൊക്കെ എടുത്ത് എഗ്രിമെൻറ്റ് കോപ്പി കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു. എന്നിട്ട് പറഞ്ഞു വിട്ടു അടുത്ത 1 മാസത്തിനകം തരുമെന്ന് പറഞ്ഞു. ആ 1 മാസമായി നമ്മൾ വീണ്ടും വന്നപ്പോൾ പറയണം വീണ്ടും 3 മാസം. അങ്ങനെ 3 മാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പുള്ളി തരണമില്ല. നമ്മൾ അന്ന് 53,000 രൂപയ്ക്ക് എന്താണ് സ്വർണം ബുക്ക് ചെയ്തതാണ്. ഇൻവെസ്റ്റ് ചെയ്ത് സ്വർണം ബുക്ക് ചെയ്തതാണ്. പക്ഷേ ഇപ്പം പുള്ളി ഒന്നും പറയണമില്ല. നമ്മൾ താണ്ടപ്പോൾ ഒന്ന് വന്നിട്ട് 15 ദിവസമാണ്. എനിക്ക് ഒരുപാട് ബിസിനസ് കാര്യങ്ങളുള്ളതാണ്. ഒന്നും നടക്കുന്നില്ല. എൻ്റെ പുറകെ തന്നെ നിൽക്കുകയാണ്. തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പുള്ളിക്ക് തരാനും പറ്റും, പക്ഷേ പുള്ളി തരുന്നില്ല. 5,000 10,000 വെച്ച് പുള്ളി ചില്ലറ കാശ് പോലെയാണ് തരുമെന്ന് പറഞ്ഞ്. അത് നമുക്കത് വാങ്ങിച്ചിട്ട് ഒരു കാര്യവുമില്ല. പുള്ളിക്ക് തരാൻ പറ്റും, എല്ലാവരും കൂടെ ഇടപെട്ട് വാങ്ങിച്ചു തരണം. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. എനിക്ക് പിന്നിലുള്ള 15 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് അൽ മുക്താദിർ ജ്വല്ലറിയിൽ നിന്നും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഇവർക്കിപ്പോൾ ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ല. അധ്വാനിച്ച പണമെല്ലാം തന്നെ ഈ ഒരു അൽ മുക്താദിർ ജ്വല്ലറി ഉടമ ഉൾപ്പെടെയുള്ളവർ തട്ടിയെടുത്തു എന്നതാണ് ആരോപണം. ED അന്വേഷണം ഉൾപ്പെടെയുള്ളവ വന്നിരുന്നു. വാർത്തകളെല്ലാം തന്നെ നിറഞ്ഞിരുന്നു. മറുനാട് നിരവധി തവണ വാർത്തകളെല്ലാം തന്നെ ഇതിനെക്കുറിച്ച്, ഈ തട്ടിപ്പിനെക്കുറിച്ച് പുറത്ത് വിട്ടിരുന്നു. നമുക്കും ഈ ഒരു സംഭവം, ഈ ഒരു വാർത്ത പുറത്ത് വിട്ടതിനെ തുടർന്ന് നിരവധി ഭീഷണികളെല്ലാം തന്നെ നേരിടേണ്ടി വന്നിരുന്നു. ഇതുപോലുള്ള സമാനമായ രീതിയിലുള്ള ഭീഷണികളും അത്തരത്തിലുള്ള സ്വരങ്ങളെല്ലാം തന്നെയാണ് ഈ തട്ടിപ്പിന് ഇരയായവർക്ക് നേരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവർ ഇക്കഴിഞ്ഞ ഈ ഒരു മാസം 4-ാം തീയതിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു
അൽ മുക്താദിർ, അതായത് തിരുവനന്തപുരത്തെ കിഴക്കേ കോട്ടയിലുള്ള ഈ ഒരു അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഉള്ളിൽ കയറി ഇത്തരത്തിൽ ഒരു സമരവുമായി അവരുടെ ഈ പണം തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നിറ കണ്ണുകളോടുകൂടി ഇവിടെ ഒരു പ്രതിഷേധം എന്ന പോലെ ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇവർ ഇത്തരത്തിലുള്ള സമരം ഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഈ ജ്വല്ലറിക്കുള്ളിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.